അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു പ്രഭാഷണ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലൊരു പുതിയ സംരംഭം തുടങ്ങിയതിനനുസരിച്ചിട്ട് അപ്പോൾ അവിടത്തേക്കൊരു യാത്ര പോയതാണ്. തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ച് അറിയാത്തവരായി ആരും ഉണ്ടായില്ല. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ്. അവിടെ ഒരു പുതിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ പോയി, ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പോയതാണ് വൈഫിനെയും കൂട്ടിയിട്ട്. മാഷാ അല്ലാഹ്, നല്ലൊരു സംവിധാനമാണ്. ഇതിന് മുന്നേ നമ്മൾ കേരളത്തിൽ തന്നെ വന്നത് മലപ്പുറത്തായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നത്. അതിന് ശേഷം തലശ്ശേരിയിലാണ് വരുന്നത്, മുഴപ്പിലങ്ങാട് ബീച്ചിൽ. ഒരുപാട് ടൂറിസ്റ്റുകളും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചാർജ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഒരാൾക്ക് 120 രൂപയാണ്, പെർ പേഴ്സൺ 120 രൂപയാണ് ഇതിലേക്ക് കയറാൻ ചാർജ് ഉള്ളത്. പിന്നെ ഏകദേശം 15 മിനിറ്റോളം നമുക്ക് അതിൻ്റെ മേലെ കയറി ഒന്ന് ആസ്വദിക്കാം, ഒരുപാട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കയറിയതിൻ്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ആക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതുവരെ വരാത്തവർക്കും ഇതുവരെ കയറാത്തവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. കറക്റ്റ് നമ്മൾ തിരമാലക്കനുസരിച്ച് നമ്മൾ ഒഴുകി നടക്കാൻ എന്നും പറയാം. അപ്പോൾ നമ്മുടെ തലശ്ശേരിക്കാർ, കണ്ണൂരുകാർ, കോഴിക്കോടുകാർ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ വന്നൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ചാർജിൻ്റെ ഞാനിപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ 120 രൂപ കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഏകദേശം 1.5 മാസമായി ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. തലശ്ശേരിക്കൊരു പുത്തൻ അനുഭൂതി തന്നെയാണ്. കാരണം ഒരുപാട് ടൂറിസ്റ്റിൻ്റെ സംഭവങ്ങൾ തലശ്ശേരിയിലേക്ക് ഇനിയും വരാനുണ്ട്. അതിന് മുൻകൂടിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. അത്യാവശ്യം 100 മീറ്ററോളം ലെങ്ത് ഉണ്ട് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്. 100 മീറ്ററോളം നമുക്ക് ആദ്യത്തെ 10 മീറ്റർ നിരപ്പിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള 90 മീറ്റർ വരുന്നത് നല്ല അത്യാവശ്യം നല്ല തിരയടിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ യാത്രാനുഭവം ഇതിൽ ഇട്ടെന്നേ ഉള്ളൂ. എങ്ങനെ സപ്പോർട്ട് എന്നൊന്നും അറിയില്ല. കാരണം ഷിയാബിൻ്റെ വീഡിയോ ഇടുമ്പോഴുള്ള സപ്പോർട്ട് എനിക്ക് മറ്റുള്ള വീഡിയോ ഇടുമ്പോൾ കിട്ടാറില്ല. എങ്കിലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം മറ്റു വ്ളോഗും എൻ്റെ ട്രാവലിംഗ് സംഭവങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുവരെ ഇവിടെ വന്ന് ഈ ഒരു കാഴ്ച കാണാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ.